ഹായ് ഗൈസ്, വെൽക്കം ടു എക്സാമിനർ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ എക്സാംസിന് നമ്മളെടുത്ത ചാപ്റ്ററുകളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതിൽ ഏതൊക്കെ നിർബന്ധമായിട്ടും പഠിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇതിനകത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിലെല്ലാം ഫുൾ മാർക്ക് ഉറപ്പാണ്. അപ്പം ഏതൊക്കെ ഭാഗങ്ങളാണ് ഒരു കാരണവശാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കേണ്ടതെന്നും ഏതൊക്കെ തരത്തിൽ ക്വസ്റ്റ്യൻസ് വരാമെന്നുമാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ലൈവ് പോയതാണ്. ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഈ പറയുന്നതിനനുസരിച്ച് വ്യക്തമായിട്ട് പഠിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെയാണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഭക്തി മൂവ്മെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഭക്തി മൂവ്മെൻറ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ ഈ ഭാഗം ഭക്തി മൂവ്മെൻറ്റ് സൗത്ത് ഇന്ത്യ, ഒക്കെ ഈ ഒരു ഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കാരണം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത കൂടുതലാണ്. ഇനി ഇവിടെ നമ്മൾ ഭക്തി പോയിൻറ്റ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പം ഇവരുടെ പേരുകൾ ഇത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇവർ ഏത് കാറ്റഗറിയിലാണ്, നായനാരിലാണോ ആഴ്വാർസിലാണോ എന്നൊക്കെ കൃത്യമായി ഓർത്ത് വെക്കുക. അതൊരു മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമ്മുടെ വീരശൈവ മൂവ്മെൻറ്റ്, നമ്മുടെ ബസവണ്ണനില്ലേ വീരശൈവ മൂവ്മെൻറ്റും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് തവണ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് പഠിക്കുക. ഇവിടുത്തെ ഒന്നെങ്കിൽ ഇത് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ചോദ്യം വന്നേക്കാം, അല്ല എങ്കിൽ മാച്ച് ദ ഫോളോയിങ്ങിൽ ഈ ബസവണ്ണൻ്റെ പേര് നേരെ വീരശൈവ മൂവ്മെൻറ്റ് മാച്ച് ചെയ്യാൻ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം. അപ്പം അനുഭവം ഉണ്ടോ ആ സാധനമൊക്കെ ഇല്ല, അതൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ദെൻ കബീറിൻ്റെ ഇമ്പോർട്ടൻസ് അതില്ലാത്ത മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ടത് എന്താണ് ഈ ദോഹ, ആ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ക്ലിയർ. ഇത്തരം ചെറിയ ഇതിനകത്ത് ഒരുപാട് ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇദ്ദേഹം ഇതിലൊക്കെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. റെഡി. കാരണം ആ ഒരു ഹിൻഡ് തന്നിട്ട് ബാക്കി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന തരത്തിലേക്കും ക്വസ്റ്റ്യൻസിന് ചാൻസ് ഉണ്ട്. ദെൻ ഗുരുനാനക്കിൻ്റെ കമ്മ്യൂണിറ്റി കിച്ചൻ്റെ പേരൊക്കെ ഓർത്ത് വെക്കണം. ലങ്കാർ കമ്മ്യൂണിറ്റി കിച്ചൻ ഇതാരാണ് ഉണ്ടാക്കിയതെന്നുള്ള തരത്തിൽ ക്വസ്റ്റ്യൻസ് അതിൽ വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു തരത്തിൽ ഓർത്ത് വെക്കുക. ദെൻ ഇങ്ങനെ എവിടെ ജനിച്ചു, എന്തായിരുന്നു പർപ്പസ്, എന്തൊക്കെയായിരുന്നു പ്രൊമോട്ട് ചെയ്തത്, എന്തൊക്കെ റിജക്റ്റ് ചെയ്തു, ഇത്തരം കാര്യങ്ങൾ ഒരു എസ്എ ക്വസ്റ്റിന് വേണ്ടിയും പ്രിപ്പയർ ആകും. അതേപോലെ തന്നെ ഒരു മാച്ച് ദ ഫോളോയിങ്ങും ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഈ ഒരു തരത്തിലായിരിക്കും ഇപ്പോൾ ഇതേപോലെയായിരിക്കും പറഞ്ഞു പോകുന്നുണ്ടാകുക. കാരണം ഇതിൻ്റെ ക്ലാസ്സുകൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ. ദെൻ വുമൺ ആൻഡ് ഭക്തി മൂവ്മെൻറ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ ടേബിളായിട്ടോ മാച്ച് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ എന്താണ് ഭക്തി മൂവ്മെൻറ്റിൽ വുമൻസിന് എന്തൊക്കെയാണ് ഭക്തി മൂവ്മെൻറ്റ് കൊണ്ട് സൊസൈറ്റിയിൽ സ്ത്രീകളുടെ സ്ഥാനത്തുണ്ടായ മാറ്റം, ഈ തരത്തിൽ ക്വസ്റ്റ്യൻ വന്നേക്കാം. അതായത് ഭക്തി മൂവ്മെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ് എന്തൊക്കെയാണെന്ന തരത്തിലും ചോദ്യം വരാം. അപ്പം ഈ ഒരു ഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. മഹാദേവിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി വെക്കുക, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ സൂഫി മൂവ്മെൻറ്റിൽ ഒരുപാട് ടേംസ് വരുന്നുണ്ട് അല്ലേ, ഒരുപാട് ടേംസ് വരുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു ആ ടേംസ് നോക്കിയാടാ. നമ്മളെ ചിസ്റ്റി സിൽസില കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കണം. കാൻകാസ് ഉണ്ട്, കവാലിസ് ഉണ്ട് അല്ലേ, പിർ, മുരിഡ്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഈ വക കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, മാച്ച് ദ ഫോളോയിങ്ങിൽ വരാം. അതേപോലെ തന്നെ ഈ വക ടേംസുകൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് എസ്സേയിൽ ഗുണകരമായിരിക്കും. നല്ല അടിപൊളിയായിട്ട് എഴുതി വലിപ്പിക്കാനും പറ്റും. റെഡി. സൂഫി പ്രസ്ഥാനം ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. റെഡി. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് കണ്ടുവരുന്ന സാധനമാണ്. എങ്ങനെയാണ് ലാംഗ്വേജ്, വെർണാക്കുലർ ലാംഗ്വേജ്, പ്രാദേശിക ഭാഷകൾ എങ്ങനെയാണ് അത് വളർന്നു വന്നതെന്നുള്ള തരത്തിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ഞാൻ അതിലോട്ട് പോകുന്നില്ല. ഈ ഒരു ഏരിയ എന്തായാലും പഠിക്കണം, കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഒരു കാരണവശാലും സ്കിപ്പ് ആവരുത്. എങ്ങനെയായിരിക്കണം ഈ ടേബിൾ ഇതേപോലെ തന്നെ വന്നിട്ട് മാച്ച് ദ ഫോളോയിങ് ചോദിക്കാം, ഓപ്ഷൻസ് തരാം. എങ്ങനെ വേണമെങ്കിലും ഈ ഒരു ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. ലിറ്റററി വർക്ക്സിൻ്റെ പേര്, ഓതർ പേരൊക്കെ ഓർത്ത് വെച്ചേക്കാം. അല്ലെങ്കിൽ ഈ ലിറ്റററി വർക്ക് കണ്ടിട്ട് ഓതറെ മാച്ച് ചെയ്യാൻ തരത്തിൽ ക്വസ്റ്റ്യൻസ് വന്നേക്കാം. അതൊക്കെ ഓർത്ത് വെക്കണം. കാരണം നമ്മളിത് പഠിക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെ വളച്ചും തിരിച്ചും വളഞ്ഞു മുക്കൂടിച്ച് ചോദ്യം എങ്ങനെയൊക്കെ വരും എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചിട്ട് വേണം പഠിക്കാൻ. ചുമ്മാ അങ്ങനെ ബൈഹാർട്ട് പഠിക്കുന്നതിന് പകരം ഓക്കെ ഇത് ഞാൻ പഠിച്ചു, ഈ ഭാഗത്ത് ഇങ്ങനെയൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ ഈ തരത്തിൽ ഇങ്ങനൊരു പോസിബിലിറ്റി ഇവിടെ ഉണ്ട്, ഇങ്ങനെ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആളുടെ ഒരു മൈൻഡ് സെറ്റുള്ളിലൂടെ നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഈ പരിപാടി കഴിയും. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് സിമ്പിളായിട്ട് സോഷ്യൽ പഠിക്കാൻ പറ്റും. റെഡി. പിന്നെ എന്തായിരുന്നു ഭക്തി മൂവ്മെൻറ്റിൻ്റെയും സൂഫി മൂവ്മെൻറ്റിൻ്റെയും സൊസൈറ്റിയിലെ ഇൻഫ്ലുവൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഫ്ലുവൻസ് എന്താണെന്ന് പഠിച്ചു വെക്കുക. റെഡി. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ സൃഷ്ടി ബാച്ചിൻ്റെ കാര്യമുണ്ട്. എല്ലാവരും ബാച്ചിൽ പരമാവധി നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ഈ QR സ്കാൻ ചെയ്ത് നമ്മളെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് നോട്ട്സ് ഒക്കെ കിട്ടും. റെഡി. ദെൻ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പാത്ത് ആൻഡ് ഗൈഡിങ് ലൈറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഫസ്റ്റ് ഓഫ് ഓൾ 1857 ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഗാന്ധി എന്തൊക്കെയായിരുന്നു പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. പലതവണ ചോദിച്ചിട്ടുണ്ട്. റെഡി. ദെൻ ഈ ഒരു ഭാഗം ഓർത്ത് വെക്കുക, കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആക്ടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം
എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ടെക്സ്റ്റിലുള്ള ഈ ഒരു ഫ്ലോ ചാർട്ട് ഇതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക. നമ്മുടെ ക്ലാസ്സുകൾ വീണ്ടും റിപ്പീറ്റ് ആയി കാണാൻ എന്തെങ്കിലും കൺഫ്യൂഷൻ ആളുകൾക്ക് എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും ക്ലാസ് റിപ്പീറ്റ് ആയിട്ട് കാണാൻ നോട്ട്സ് കൃത്യമായിട്ട് റെഫർ ചെയ്യുക. ഓക്കെ, ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ളതാണ്. അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലീസിൻ്റെ കീ ഫീച്ചേഴ്സ് ഇതും ചോദിക്കാൻ സാധ്യതയുണ്ട്. മേബി മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് എസ്സേ ക്വസ്റ്റൻ ആയിട്ടൊക്കെ ചോദിക്കാം. ദെൻ ഇതും ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത മറ്റൊരു ക്വസ്റ്റനാണ് ഡൈവേഴ്സ് ഫീച്ചേഴ്സ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ, നമ്മുടെ ഭരണഘടനയുടെ ഡൈവേഴ്സ് ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ് ഇത്. ഇങ്ങനെ തന്നെ ടെക്സ്റ്റിലുണ്ട്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് തന്നിട്ട് അതെന്താണ് എങ്ങനെയാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ? ദെൻ പോക്സോ ആക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോക്സോ ആക്ടിനെ കുറിച്ച് ചോദിച്ചേക്കാം. റെഡി? അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. ഗുഡ് ടച്ച് ബാഡ് ടച്ചിൻ്റെ കാര്യവും അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു തന്നാണല്ലേ. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇതും ഒന്ന് ഓർത്ത് വെച്ചേക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗം തന്നെയാണ്. ചോദിക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, റെഡി? ഇത്ര കാര്യങ്ങളുള്ളൂ. നമ്മൾ ലൈവിൽ പറഞ്ഞ പോലെ തന്നെ, അതേപോലെ നമ്മൾ റിവിഷൻ ക്ലാസ്സിലൊക്കെ പറഞ്ഞ ആ സെയിം സംഭവം തന്നെയാണ്. കൃത്യമായി നിങ്ങൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത്രയും ഭാഗങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാക്സിമം ചോദ്യങ്ങൾ ഒരു 99% ഈ ഭാഗത്ത് തന്നെ വരും. അപ്പോൾ ഈ ഭാഗങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. റിപ്പീറ്റഡായിട്ട് ഞാൻ പറയുകയാണ്. കൃത്യമായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. ബൈ ഹാർട്ട് പഠിക്കാൻ ശ്രമിക്കരുത്. ക്ലിയറായിട്ട് കൃത്യമായിട്ട് നമ്മൾ ഈ വീഡിയോസൊക്കെ കണ്ടാൽ തന്നെ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടും. അഗെയിൻ ആൻഡ് അഗെയിൻ റിപ്പീറ്റ് ചെയ്താൽ മതി. സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ആരും ടെൻഷൻ ആവരുത്. ക്വസ്റ്റ്യൻ കണ്ടാൽ കൂളായിട്ടിരുന്ന് വായിക്കുക. ഉത്തരം നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചതാണ്. ഓക്കെ, കോൺഫിഡൻ്റ് ആയിട്ട് പോയിട്ട് എല്ലാവരും എക്സാം അടിപൊളിയായിട്ട് എഴുതിയിട്ട് വരണം. ഓക്കെ, അപ്പം ബൈ ബൈ.